2 മുതിർന്നവർക്കും പിന്നെ പരമാവധി 2 കുഞ്ഞുങ്ങൾക്കും മാത്രം യാത്ര ചെയ്യുവാൻ അനുവാദമുള്ള ഓട്ടോറിക്ഷകളിൽ 21 പിഞ്ചുകുട്ടികളെ കുത്തിക്കയറ്റി അലറിപ്പാഞ്ഞു വരുന്ന ബസ്സുകളുടെയും ചീറിപ്പായുന്ന ലോറികളുടെയും നടുവിലൂടെ തിരികെ കയറ്റി കൊണ്ടുപോകുന്നത് നഗരത്തിൽ ഇന്നൊരു പതിവ് ദൃശ്യമാണ്. ഏതു നിമിഷവും ദുരന്തം നഗരവീഥിയിൽ രക്തക്കളമൊരുക്കാം. 21 കുടുംബങ്ങളുടെ പ്രതീക്ഷകൾ ആ കുരുതിക്കളത്തിൽ ചതഞ്ഞറിയാം. ഈ ക്രിമിനൽ കുറ്റത്തിന് നേരെ കണ്ണടയ്ക്കുന്ന നിയമപാലകരാണ് യഥാർത്ഥ കുറ്റവാളികൾ. ഗുഡ്. ഇതിൽ താൻ കണ്ട യാഥാർത്ഥ്യമുണ്ട്. സംഭവിച്ചേക്കാവുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള പിക്ചറുണ്ട്. ഇത് നാളെ പത്രത്തിൽ വായിക്കുന്ന ഓരോ വീട്ടമ്മയും തന്റെ കുഞ്ഞിനെ ഓട്ടോറിക്ഷയിൽ കയറ്റി അയക്കും മുമ്പ് ഒരു നിമിഷം ഒന്ന് ആലോചിക്കും. അപ്പോഴാണ് ഇത് വാർത്തയാവുന്നത്. താനൊരു കാര്യം ചെയ്യേ, സ്റ്റാഫ് ഫോട്ടോഗ്രാഫറെ വിളിച്ച് വൈകിട്ട് സ്കൂൾ വിടുമ്പോ ഇതുപോലെ കുട്ടികളെ കുത്തി നിറച്ചു വരുന്ന ഒരു ഓട്ടോറിക്ഷയുടെ ഫോട്ടോ എടുപ്പിക്കും. ശരി, പക്ഷെ അതിനുവേണ്ടി എടുത്താണെന്ന് തോന്നരുത്. നമുക്ക് നല്ലൊരു ഹ്യൂമൻ സ്റ്റോറി ആക്കാം. താങ്ക് യു സാർ. ആഹാ, സാർ ഇവിടെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരുന്ന എങ്ങനെ വന്നേ? എല്ലാവരും താഴെ റെഡിയായി. കൊച്ചിൻ ടവറിലേക്ക് പോകണ്ടേ? എന്താ കാര്യം? ഇന്ന് മലബാർ പ്ലാന്റേഷന്റെ ആനുവൽ പ്രസ് മീറ്റ് അല്ലേ? തന്റെ വെപ്രാളം കണ്ടപ്പോ ഞാൻ കരുതി അവിടെ ആരോ മരിച്ചു കാണുമെന്ന്. അതിന് ഞാനെന്തിനു വെപ്രാളപ്പെടണം? കോക്ടെയിൽ അറ്റാച്ച്ഡ് ഡിന്നറാണ്. 5 കിലോ തേയില, പേന, പേഴ്സ്, ഹാൻഡ് ബാഗ്, ലൊട്ടിലൊടുക്ക് വേറെ. പ്രീമിയം സ്കോച്ചാണ്. സമയം കളയാണ്ട് വന്നേ. ഓസിന് കുടിച്ചാൽ എനിക്ക് കിക്ക് കിട്ടൂല. ശീലമില്ലടോ. തനിക്ക് പിന്നെ അതല്ലേ പതിവുള്ളൂ. കളയണ്ട, വിട്ടോ. വേണമെങ്കിൽ ഒരു ചാക്കും കൂടെ കരുതിക്കോ. എന്നെ പോലെ വേണ്ടാന്ന് വെക്കുന്ന മണ്ടന്മാര് വേറെയും കാണും. എല്ലാം കൂടെ വാരിക്കൂട്ടാം. നോക്കൂ, നമ്മുടെ ഈ വക തൊഴിൽ രഹസ്യങ്ങൾ ട്രെയിനീസിന്റെ മുമ്പിൽ വെച്ച് പരസ്യമാക്കരുത്. അതൊരു നല്ല ഹാബിറ്റ് അല്ല. സാർ വന്നേ പോവാം. ഇല്ല, വരുന്നില്ല. തീർച്ചയാണോ? 5-10 കിലോ തേയില എത്തും. ചക്കാത്തിന് എന്ത് കിട്ടുക എന്ന് വെച്ചാലും തരകം കൈനീട്ടും. ചിലർക്ക് അതൊരു ശീലമാണ് സാർ. അല്ലടോ, ശീലമാക്കിയതാണ് അയാൾ സാഹചര്യങ്ങൾ മൂലം. പാവം, വയസ്സ് 10-45 കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഇനി ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, തന്തയ്ക്കൊറ്റ ആന്തരിയാണ് തരകൻ. താഴെ 5 പേര്. റിവേഴ്സ് എടുക്കാൻ മക്കളുടെ ചുമതല മുഴുവൻ ഈ പാവത്തിന്റെ തലയിൽ വെച്ച് ഇയാളെ നരകത്തിൽ തള്ളിയിട്ട് നാളെ എങ്ങോട്ടാ? താനോ? വാ, കയറ്. ഞാനിന്ന് ഇവിടെ ക്യാമ്പ്. വാ, നമുക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് പോവാ. കൊല്ലം എത്രയും നമ്മൾ തമ്മിലൊന്ന് ആഘോഷിച്ചിട്ട് വാ. ഇല്ല, ഇയാള് പോ. വലിപ്പം വെപ്പിക്കാണ്ട് കയറാശാനെ. ഞാൻ പഴയ ബാലനല്ലേ വിളിക്കുന്നേ? ഞാൻ പഴയ കൃഷ്ണമൂർത്തി തന്നെയാണ്. പക്ഷെ താൻ പഴയ ബാലനല്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രി വലപ്പാട് ബാലകൃഷ്ണൻ. ആ പത്രാസ് കാണിച്ച് എന്റെ മുമ്പിൽ ആളാവണ്ട. നാവ് ചൊറിഞ്ഞാ ഞാൻ വല്ലതും വിളിച്ചു പറയും. കുറച്ചില് തനിക്കാ. പോ. എന്നാ ശരി, എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ. എന്താണ് നോക്കിക്കുന്നത്? ഒന്നുമില്ല. പണ്ട് ഞാൻ പാർട്ടിയിലുള്ളപ്പോ ഒളിസങ്കേതത്തിൽ ചായയും കാപ്പിയും വാങ്ങാൻ കണാരേട്ടൻ ഏർപ്പാട് ചെയ്ത ഒരു പീറച്ചെറുക്കൻ. കല്ലായി പാലത്തിന് ബോംബ് വെക്കാൻ രഹസ്യമായി എടുത്ത തീരുമാനം പോലീസിന് ഒറ്റിക്കൊടുത്തത് അവന്റെ ആദ്യത്തെ രാഷ്ട്രീയ ചുവടുവെപ്പ്. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കയറ്റങ്ങൾ മാത്രം. ആൻഡർവെയർ മാറുന്നത് പോലെ പാർട്ടി 4-5 മാറിയെങ്കിൽ എന്ത്? ഇന്നവൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി. ഗസ്റ്റ് ഹൗസിലേക്ക് സൽക്കാരത്തിന് ക്ഷണിച്ചിരിക്കുന്നു എന്നെ. സാറിന്ന് ഒരുപാടായി. അതേടോ, ആ നാറിയെ കണ്ടതിന്റെ ചൊരുക്ക് വിടാൻ പതിവിൽ 4 കൂടി. നാളെ വെള്ളിയാഴ്ചയാണ്. സാറിന്റെ കോളം 4 മണിക്ക് മുമ്പ് എഴുതി വാങ്ങിച്ചെത്തിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. പേന എടുത്തെഴുതാൻ ഇന്നലെ എനിക്ക് വയ്യ. അയ്യോ സാർ, കോളം മുടങ്ങും. താൻ എഴുത്, ഞാൻ പറഞ്ഞത്. എന്തിനെ കുറിച്ചാ എഴുതുക? ആരെ കുറിച്ചാ? വലപ്പാട് ബാലകൃഷ്ണൻ മന്ത്രി. അവന്റെ നെഞ്ചത്ത് തന്നെ ആവട്ടെ ഇന്നത്തെ താണ്ഡവം. എഴുതോടോ ഹെഡിങ്. ആഭ്യന്തര വകുപ്പല്ല, അഴിമതി വകുപ്പ്. ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ട് വലപ്പാട് ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഏറ്റ ശേഷം പോലീസുകാർ പ്രതികളായി 233 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്കുകൾ തന്നെ സമ്മതിക്കുന്നു. ഇത് വളരെ പഴയ കണക്കാണ്. അത് തന്നെ മുഴുവനും ഇല്ല. രജിസ്റ്റർ ചെയ്യാതെ പോയ കേസുകൾ ഇതിന്റെ 10 ഇരട്ടി വേറെ കിടക്കുന്നു. യാചക നിരോധന മേഖലയിൽ ഭിക്ഷാടനത്തിനിറങ്ങാം പോലീസിന് കൈക്കൂലി കൊടുത്താൽ. ഇതായിരിക്കുന്നു സ്ഥിതി. ഇതിനേക്കാൾ ഹീനമായ ഒരു അഴിമതി ലോകത്തിൽ വേറെ എവിടെയാണ് ചൂണ്ടിക്കാട്ടാനാവുക? നിർത്തണോ? ഏതാണ്ട് ഒരു ആനക്കാര്യം പോലെ. ഭിക്ഷക്കാരെ ഒരു ദിവസത്തെ വരുമാനം എന്താണെന്ന് കണ്ട ബാറിലിരുന്ന് വായി തോന്നുന്ന ആർക്കറിയോ? ടൂറിസ്റ്റ് ടാക്സി വരേണ്ട അവരെ ചിലർക്ക് ഇവിടെ. എന്ന് വെച്ചാ താനാ കേരള ഭൂമിയിലെ മേലോട് ലൈനിൽ തന്നെ. സാർ, യെസ്, മേനോൻ സ്പീക്കിംഗ്. ഹോം മിനിസ്റ്റർ.
കൊടുക്കൂ. ഗുഡ് മോർണിംഗ് സർ. ഓ കണ്ടില്ല. കാണാതെ പിന്നെ താൻ പത്രാധിപരാണെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നതിനാ? കണ്ടിട്ടേ കൊടുക്കാവുന്നതാണ്. ഇന്നലെ പക്ഷേ ലോട്ടസ് ക്ലബിൽ റമ്മി ടൂർണമെന്റ് ആയിരുന്നുകൊണ്ട് ഞാൻ ആ തിരക്കിലതങ്ങ്. ഉവ്വ് അതെ, പക്ഷെ അതല്ല, മൂർത്തിയെ പോലൊരു സീനിയർ ഹാൻഡ് എഴുതുമ്പോ സെൻസർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതി. എന്ന് വെച്ചാൽ എന്ത് തോന്നിയാസം എഴുതാന്നോ? അയ്യോ അല്ല. എടോ, എന്നെ കണക്കാക്കണ്ട. പക്ഷെ ഞാനിരിക്കുന്ന ഈ കസേര ഉണ്ടല്ലോ, അതിനൊരു സ്ഥാനവും വിലയുണ്ട്. അത് ഉപയോഗിച്ച് തന്റെ പത്രവും മാനേജ്മെന്റ് പലതും നേടുന്നുണ്ട്. സാർ ഇത്തവണത്തേക്കൊന്ന് മാപ്പാക്ക്. ഞാൻ അയാളെ വിളിച്ച് സംസാരിച്ചോളാം. പിന്നെ ബാലകൃഷ്ണൻ ഇടഞ്ഞ മഹാ ചെറ്റയാണ്. ആ എന്റെ കോളത്തിന് വായനക്കാരുള്ളതുകൊണ്ടാ ശമ്പളത്തിന് പുറമെ പ്രതിഫലം തന്നെ എന്നെ കൊണ്ട് എഴുതിക്കുന്നത്. ഞാൻ എഴുതുന്നതിനാണ് പ്രതിഫലം. എന്തെഴുതണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് അനുസരിക്കുന്നതിനല്ല. മൂർത്തിയുടെ തലച്ചോറിനകത്ത് കേറി ഒരു പത്രമുതലാളിയും ചിന്തിക്കണ്ട. എന്റെ പൊന്നു മൂർത്തി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ആവശ്യത്തിനുള്ള പഠിപ്പുണ്ട്. കൂടുതലായി ഇയാളൊന്നും പറഞ്ഞിരണ്ട. മൂർത്തി പ്ലീസ്. നിങ്ങളുടെ ഒന്നും ഇഷ്ടാനിഷ്ടത്തിനനുസരിച്ച് പേനയൊന്നാൻ എന്നെ കിട്ടൂല. പറ്റില്ലേ, പറഞ്ഞുവിട്. റിലീവിംഗ് ഓർഡർ ടൈപ്പ് ചെയ്ത് തീരുന്നതിന് മുമ്പ് എന്നെ റാഞ്ചി കൊണ്ടുപോകാൻ പത്രമുതലാളിമാർ ഇവിടെ ക്യൂ നിൽക്കും. ചുണയുണ്ടെങ്കിൽ താനെന്ന് രാജിവെക്ക്. വേണ്ടെന്ന് പറയാൻ തന്റെ ഭാര്യ സുഭദ്ര തമ്പുരാട്ടി പോലും വരില്ല. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. സർ, എന്താടോ? കമ്മീഷണേഴ്സ് ഓഫീസിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു. നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഓട്ടോറിക്ഷയിൽ 6 കുട്ടികളിൽ കൂടുതൽ കയറ്റുന്നത് നിരോധിച്ചു. പ്രസ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഗുഡ്. ഇത് ഞാനൊരു ബോക്സ് ആയിട്ട് കൊടുക്കും. കേരളഭൂമി ലേഖകൻ അനന്തുവിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ സത്വര നടപടി. യു ഡിസേർവ് ഇറ്റ് മൈ ബോയ്. பேப்பர்ல என்னடா விசேஷம்? அண்ணன் பேர் பேப்பர்ல வந்திருக்குமா? அப்படியா? இப்படி ஜேர்னலிஸ்ட் அப்படித்தான். போ தினம் என் பேர் பேப்பர்ல வந்துட்டே இருக்குமா. இது முதல் அல்லவா? கண்டிப்பா ஒரு ட்ரீட் கொடுக்கணும். ட்ரீட்டா? சரி, ஒரு ஐஸ்கிரீம் வாங்கி தரேன். ஐஸ்கிரீமா? அப்புறம் என்ன? ஓகே, கூடவே ஒரு மசால் தோசை. அண்ணா அண்ணா, பத்மஸ்ரீ காயத்ரி தேவியோட டான்ஸ் ப்ரோக்ராம் சனிக்கிழமை ஃபைனான்ஸ்ல இருக்கு. நான் டிவில மட்டும்தான் பாத்திருக்கேன். நேர்ல பார்க்கணும்னு ரொம்ப ஆசையா இருக்குண்ணா. ஒரு பாஸ் வாங்கி கூட. பாஸா? 1500 rupees ஆகும், தெரியுமா? நீங்க ஒரு ஜேர்னலிஸ்ட் தானே, காம்ப்ளிமெண்டரி பாஸ் கிடைக்குமே. சின்ன பொண்ணு ஆசைப்படுறா, வாங்கி கொடுறா. சரி சரி. മൂർത്തി സാർ ഒരു സഹായം ചെയ്യണം. പത്മശ്രീ ഗായത്രി ദേവിയുടെ ഒരു പ്രോഗ്രാം ഉണ്ട് ഈ ആഴ്ച. 5 വർഷത്തിന് ശേഷം അവർ കേരളത്തിൽ വരികയാണ്. നമ്മുടെ വീക്കെൻഡ് മാഗസിന് വേണ്ടി ഒന്ന് കവർ ചെയ്യണം. ഒരു ഇന്റർവ്യൂ, നല്ലൊരു റൈറ്റപ്പ്. സോറി, അറിയാൻ വയ്യാത്ത ഒരു കാര്യം ഇന്നോളം ഞാൻ എഴുതിയിട്ടില്ല. നൃത്തം, പാട്ട്, ഇതൊന്നും എന്റെ വിഷയമല്ല. എനിക്കും ഇതിനെക്കുറിച്ച് ഒരു പിടിപാടും ഇല്ല. അതുകൊണ്ടല്ലേ മൂർത്തി സാറിനെ ആശ്രയിക്കാന്ന് വെച്ചത്. സർ, വിരോധമില്ലെങ്കിൽ ഞാൻ പോവാം സർ. എന്തിന്? ഡാൻസ് കാണാനോ? അല്ല സർ, എനിക്ക് എന്റെ അമ്മ ഒരു ഡാൻസർ ആയിരുന്നു. അനിയത്തി ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. മുത്തശ്ശൻ ഭാഗവതരായിരുന്നു. ഇറ്റ്സ് ഇൻ മൈ ബ്ലഡ്. ആഹാ, എങ്കിൽ കുറെ കൂടെ സേഫായ എക്സ്പെരിമെന്റ് ഇയാളെ വിടുന്നതാണ് രാധാമണി. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. വാരാന്ത്യ പതിപ്പിലേക്ക് ലേഖനം തയ്യാറാക്കാനാണല്ലേ? എഡിറ്റർ വിളിച്ച് പറഞ്ഞിരുന്നു. എന്നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എന്റെ ബയോഡേറ്റയിൽ കാണും. യു ക്യാൻ കളക്ട് ഇറ്റ് ഫ്രം മൈ മാനേജർ. പിന്നെ വേണ്ടത് കുറച്ച് ഫോട്ടോഗ്രാഫ്സ്. വി ക്യാൻ ടേക്ക് ഇറ്റ്. ക്ഷമിക്കണം മാഡം, വെറും ഒരു മാമൂൽ ലേഖനത്തിന് വേണ്ടിയല്ല ഞാൻ വന്നത്. ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ട്. പേഴ്സണൽ ലൈഫിനെ കുറിച്ചാണെങ്കിൽ ഐ എം സോറി, ഞാൻ നിശബ്ദയായിരിക്കും. അല്ല, ലോകമറിയുന്ന ഗായത്രി ദേവിയെ കുറിച്ച് തന്നെ. ഒരുപാട് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ നിങ്ങളുടെ നൃത്ത കലാ പരീക്ഷണങ്ങളെക്കുറിച്ച്, നിഗമനങ്ങളെക്കുറിച്ച്. ഒരുപാട് ടെക്നിക്കലായ കാര്യങ്ങളാണ്. വിശദീകരിച്ചാൽ മനസ്സിലാക്കാനുള്ള പശ്ചാത്തല ജ്ഞാനം വേണം. ഉണ്ടെന്നാണ് വിശ്വാസം. ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആളെ തിരിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നത് വിചിത്രമായി തോന്നാം. നൃത്തകലയുടെ ബാലപാഠങ്ങളെക്കുറിച്ച് പോലും സാമാന്യ ജ്ഞാനമില്ലാത്തവരുടെ വങ്കൻ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇരുന്നു കൊടുത്ത് മടുത്തു. വളരെ സിമ്പിളായൊരു ചോദ്യം.
നൃത്തം, നൃത്യം, നാട്യം ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തരവും വളരെ സിമ്പിളാണ്. താളനിബദ്ധമായ അംഗചലനം നൃത്തം. നൃത്തവും പദവും ചേർന്ന അഭിനയം നൃത്യം. ഒരു പൂർണ്ണ കഥയുടെ ആവിഷ്കാരമാകുന്ന നൃത്യം നാട്യം. സമ്മതിച്ചിരിക്കുന്നു. ഇനി മിസ്റ്റർ അനന്ത് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും എനിക്കറിയാവുന്ന ഉത്തരം പറയാൻ സന്തോഷമേ ഉള്ളൂ. ഗുഡ്, റിയലി ഗുഡ്. നോക്കൂ രാധാമണി, ഞാൻ വയ്യെന്ന് പറഞ്ഞപ്പോ ഗതികേട് കൊണ്ട് നിങ്ങളോ അല്ലെങ്കിൽ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ തന്നെയോ കയറി ഏറ്റിരുന്നെങ്കിൽ ശുദ്ധ അബദ്ധത്തിൽ കലാശിക്കുമായിരുന്ന ഒരു കാര്യം. അതിപ്പോ നമ്മുടെ കേരള ഭൂമിയിൽ അടുത്ത കാലത്ത് വന്ന ഏറ്റവും നല്ല പീസ് ഓഫ് റൈറ്റിംഗ് ആയി. ഗുരുവിന് പറ്റിയ ശിഷ്യൻ തന്നെ. ഹി ഹാസ് ഗോട്ട് ആൻ എക്സലന്റ് പ്ലെയർ. ഇന്നത്തെ അത്താഴം തനിക്ക് എന്റെ വക. അറ്റാച്ച്ഡ് ആണെങ്കിൽ ഈ പാവത്തുകളെ കൂടി ഒന്ന് വിളിക്കണേ. തൊണ്ട നനച്ച നാളങ്ങ് മറന്നു. ആ, ഇറക്കിക്കോ. ആട്ടോ വെയിറ്റ് ചെയ്യണേ, പൊക്കളരുത്. എവിടെ? പടി, പടി. ബെല്ലടിക്കരുത്. അല്ല, ബെല്ലടിച്ച് ആളിനെ ഭദ്രമായിട്ട് ഏൽപ്പിക്കണ്ടേ? തൈര് സ്വാമി, പണ്ടത്തരം പറയാം. സാറിനെ ഈ പരുവത്തിൽ എത്തിച്ചത് നമ്മളാണെന്ന് മോളെങ്ങാനും അറിഞ്ഞാൽ എന്റെ അന്തോണീസ് പുണ്യാള, നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ. ഇതിനൊക്കെ ഒരു യൂഷ്വൽ പ്രൊസീജിയർ ഉണ്ട്. വാച്ച്മി. അതെ, സാധനത്തിന് ഇങ്ങനെ ചാരി നിർത്തുക, എന്നിട്ട് ബെല്ലടിക്കുക. ലൈറ്റ് വീഴുമ്പോ നമ്മൾ ഓടുക. ഓക്കെ? ആ, ഓ, സാറ് തന്നെ ബെല്ലടിച്ചു. ഇത് യൂഷ്വൽ പ്രൊസീജിയർ അല്ല. പിന്നെ ആ, നീ ചെന്ന് വാതിൽ ഓർന്ന് ആരാന്ന് നോക്ക്. വീട് മാറിയിട്ട് 3-4 ദിവസം ആയുള്ളൂ. എന്നാലും നട്ടപ്പാതിരിക്ക് വരെ ആളുകൾ അന്വേഷിച്ചു വരും. അയ്യോ, ഇതാരാ? ഇതെന്താ? ഇതെന്ത് പോക്കിരിത്തമായി കാണിക്കുന്നത്? നട്ടപ്പാതിരിക്ക് എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്നോ? മോളെ, ഇതാരാടേ? പ്രായപൂർത്തിയായ ഒരു പെണ്ണ് താമസിക്കുന്നിടത്ത് വന്നിരിക്കാൻ നീ ആരാടാ? ഇതെന്താ സാറേ? ഞാൻ ഭാസ്കരൻ, അടുത്ത വീട്ടിലെ. ഭാസ്കര, എന്റെ മോളൂടെ. അയ്യോ, സാറിന്റെ മോൾ അല്ലത്. സാറ് 4 ദിവസം മുമ്പല്ലേ വീട് മാറിയത്. വീട് മാറിയ? വീട് സാർ ഇങ്ങ് വന്നാട്ടെ, ഞാൻ കൊണ്ടാക്കാം. വീട് മാറി ഇവിടെ മുമ്പ് താമസിച്ചിരുന്ന ആളാ മൂർത്തി സാറ്. ആ, മൂർത്തി, കൃഷ്ണമൂർത്തി. സാരമാക്കണ്ട പൊതുവാൾ സാറേ. സാരമാക്കണ്ട. നട്ടപ്പാതിരിക്ക് വീട്ടിൽ കയറി വന്നിട്ട് ഇങ്ങോട്ട് പോരെ, നിങ്ങൾ അകത്തേക്ക് പോ. മനുഷ്യന് സ്വൈരം തരില്ലാന്ന് വെച്ചാൽ. அப்போ மீதி எல்லாம் சொன்ன மாதிரி. அப்புறம் ஒரு விஷயம், முறப்படி பேசினதை தவிர அம்மாவுடையும் தாத்தாவுடையும் காலத்துக்கு அப்புறம் இந்த வீடு வாசல் எல்லாம் உஷாவுக்கு தான். அப்போ உனக்கு? எனக்கு ஒரு வேலை இருக்கு. எனக்கு வேண்டியது நானே சம்பாதிக்கலாமே. இந்த மாதிரி ஒரு அண்ணன் கிடைக்க உஷா ரொம்ப கொடுத்து வச்சிருக்கணும். அப்பா இல்லாம வளர்ந்த பொண்ணாச்சே, அது என்னோட கடமையாக்கும். അനിയത്തെ എവിടേക്ക് അയക്കുന്നത്? ഞങ്ങളുടെ ഒരു നെയ്ബർ ഉണ്ട്, പുള്ളിയുടെ ബ്രദറിൻലോയ. പാലക്കാട്ട് ഇൻസ്ട്രുമെന്റേഷൻ കമ്പനിയിലാണ് ജോലി. അയക്കുന്നതൊക്കെ കൊള്ളാം. കേരളത്തിലെ കമ്പനികൾ എന്നൊക്കെ ഓരോന്നായിട്ട് പൂട്ടിക്കൊണ്ടിരിക്കുക. പ്രീമിയർ ടയേഴ്സ്, തോഷിബ, മധുര കോട്സ്, എക്സെട്രാ എക്സെട്രാ. ഈ തരകന്റെ ഒരു നാക്ക് ശകനപ്പഴ അല്ലാണ്ട് പറയില്ല. ഒരു നല്ല കാര്യം പറയുമ്പോഴാ. മൂർത്തി സാർ എത്തിയില്ലല്ലോ. 2 ദിവസത്തേക്ക് ലീവാണെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. പനിയാണത്രേ. പനിയൊന്നും ആവൂല, ഹാങ് ഓവർ ആയിരിക്കും. ഭാഗ്യവാൻ. മുഖ്യമന്ത്രിയുടെ സൗകര്യത്തിനൊത്ത് വിമാനം വഹിക്കാനാവില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി മൂർത്തി കമ്മിറ്റി. സാറില്ലേ? ഏത് മൂർത്തി? കൃഷ്ണമൂർത്തി. ഓ, ഉവ്വല്ലോ, ഉണ്ടല്ലോ. മൂർത്തി സാറിന്റെ ആരാ? അസിസ്റ്റന്റാ. അല്ല, ഈ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോ നല്ല അടുപ്പം കാണുമല്ലോ സാറുമായിട്ട്. എന്താ? ഒന്നുമില്ല. 2 ദിവസം മുമ്പ് പുള്ളിക്കാരൻ ഇത്തിരി ഫിറ്റായിട്ട് വന്നപ്പോ നമ്മളാണോ ഇവിടെ കൊണ്ടുവന്നാക്കിയത്? അതെ. അയ്യോ, ഞാൻ കുടിക്കില്ല.
പക്ഷെ അന്ന് ഞാനും ഉണ്ടായിരുന്നു കൂടെ. ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണല്ലോ അല്ലേ? അതെ, ആ. എനിക്കറിയാം സാറിന്. അന്ന് പത്ര ഓഫീസില് ചരമവാർത്ത മാറിക്കൊടുത്തിട്ട് അന്ന് ഞാനും ഉണ്ടായിരുന്നു അവിടെ. അവിടെ ഉണ്ടായിരുന്നു അല്ലേ നീ? നീയൊക്കെ മനപ്പുറം കൽപ്പിച്ചു കൂട്ടി നടക്കാനല്ലേ? എന്താ എന്താ ഉണ്ടായേ? എന്റെ അമ്മയുടെ പെണ്ണം പൊടിയെടുത്ത് എന്താ സാറേ പ്രശ്നം? ഞാൻ ചത്തു എന്നും പറഞ്ഞ് ന്യൂസ് കൊടുത്ത് ഒരിക്കൽ എന്റെ മാനം കെടുത്തി. അതും പോരാഞ്ഞിട്ട് പാതിരാത്രിക്ക് കള്ളു കുടിച്ച് ബോധമില്ലാത്ത ഒരു തെണ്ടി വീട്ടിൽ കൊണ്ടിറക്കി എന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് എന്നെ തല്ലിക്കും. നിന്നെ ഞാൻ- അല്ല, ഞാൻ അങ്ങനെയൊന്നും കൂടുതൽ വിസ്തരിക്കാനൊന്നും കാര്യം പറയട്ടെ. മൂർത്തി സാർ ഇവിടെ അല്ല താമസം. അന്ന് കൊണ്ട് വിട്ടിട്ട് പോയതേ വല്ലവരും താമസിക്കണ വീട്ടിലാ. അപ്പൊ മൂർത്തി സാർ എവിടെയാ താമസം? ഇവിടുന്ന് 2 ലൈൻ അപ്പുറത്താ. അയ്യോ, അന്നപ്പ ചെയ്തത് മഹാമോശമായി പോയല്ലോ. സോറി കേട്ടോ. സോറി, നിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇവന്മാരെയൊക്കെ വീട് മാറിയ കാര്യം ഞാനേ മറന്നു. പിന്നെ വേണ്ടേ നിങ്ങളോട് പറയാൻ? കാര്യം മനസ്സിലാവാണ്ടേ ഓർക്കാപ്പുറത്തുള്ള ഒരു അടിയായതുകൊണ്ട് കയ്യും കെട്ടി നിന്നു കൊടുക്കേണ്ടി വന്നു. അനന്തു, ഇതെന്റെ മോള് മീനു. ഇത് അനന്തു. ഹലോ. ഹലോ. എന്റെ ശിഷ്യനാണ്. അനന്തുവും തരകനും കൂടെ ചേർന്നാണ് അന്ന് എന്നെ ആ പഴയ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയത്. ഞാനൊന്ന് കാണാനിരിക്കായിരുന്നു. എന്നെ? മനുഷ്യത്വമുണ്ടോ മിസ്റ്റർ നിങ്ങൾക്ക്? ശിഷ്യന്മാരും കൂട്ടുകാരെന്നും പറഞ്ഞ കുറെ പേരുണ്ട്, കണ്ണിച്ചോരയില്ലാത്തവര്. അച്ഛന്റെ ചെലവി കള്ളും കുടിച്ച് ബോധം കിടുമ്പോ വല്ലയിടത്തും കൊണ്ടേ തള്ളിയിട്ട് നാട്ടുകാർ മുന്നിൽ നാണം മോളെ, കെടുത്താൻ. അനന്തു നീ കരുതുന്ന കൂട്ടത്തിലല്ല. ഇയാൾ മദ്യപിക്കൂല, പച്ചക്കറി, ശുദ്ധപാട്ട്, നമ്മ ആള്. ആമാ. അനന്തു, മീനുവിന് ഡാൻസിൽ കുറച്ച് ഭ്രമമുണ്ട്. കോളേജിൽ നിന്ന് ഇടയ്ക്ക് അല്ലറ ചില്ലറ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരും. പഠിച്ചിട്ടുണ്ടോ? കുറച്ച് പഠിക്കണമെന്നുണ്ട്. പറ്റിയ ടീച്ചർമാരെ കിട്ടണ്ടേ? എന്റെ അമ്മ അസലായിട്ട് പഠിപ്പിക്കും. വീട്ടിൽ ക്ലാസ് നടത്തുന്നുണ്ട്. അങ്ങോട്ട് വിട്ടാ മതി. കണ്ടോ കണ്ടോ മുഖത്തെ പ്രകാശം. ഹലോ, കേരളഭൂമി ന്യൂസ് റൂം. അനന്തു, ജസ്റ്റ് എ മിനിറ്റ്. അനന്തു, ഫോൺ ബോംബെയിൽ നിന്ന്. ഹലോ, അനന്തു ഹിയർ. ഞാൻ ഗായത്രിയാണ്, ബോംബെയിൽ നിന്ന്. മനസ്സിലായില്ലേ? ഗായത്രി ദേവി. ഹലോ മാഡം. ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ്. ടൂർ കഴിഞ്ഞ് ഇന്ന് രാവിലെ തിരിച്ചെത്തിയപ്പോഴേ അനന്തുവിന്റെ ആർട്ടിക്കൽ കാണാൻ പറ്റുള്ളൂ. ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർത്തു. ഐ വോണ്ട് ടു താങ്ക് യു ഫോർ ദ വോം പീസ് ഓഫ് റൈറ്റിംഗ്. എന്നെക്കുറിച്ച് എഴുതിയ സോഫ ഏറ്റവും നല്ല റൈറ്റപ്പ്, ഐ ഷുഡ് സേ. ഇതെനിക്ക് വലിയൊരു കോംപ്ലിമെന്റ് ആണ്. താങ്ക്സ് അ ലോട്ട്. അടുത്ത തവണ കൊച്ചിയിൽ വരുമ്പോ ഞാൻ അനന്തുവിന്റെ വീട്ടിൽ വരും, തീർച്ച. കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ സിസ്റ്റർ. ഓക്കെ, ബൈ. ബൈ. ബോംബെന്ന് ഗായത്രി ദേവിയാണ്. ടീച്ചർ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന്. അത് ഇയാളുടെ മുഖത്തെ പ്രകാശം കണ്ടാൽ അറിയാം. ശോ, എങ്കിൽ പിന്നെ അവരോട് ആ കോംപ്ലിമെന്റ്സ് ഒന്ന് എഴുതിത്തരാൻ പറയായിരുന്നു. പ്രതികരണത്തിൽ ഒരു സ്പെഷ്യൽ ബോക്സ് ആയിട്ട് കൊടുക്കായിരുന്നു. അതിപ്പോ ഒരാളെ കുറിച്ച് പുകഴ്ത്തി സുഖിപ്പിച്ചങ്ങോട്ട് എഴുതിയാല് ഇഷ്ടപ്പെടുകയല്ലാണ്ട് നീരസം തോന്നും. ഇതായപ്പോ ഇവിടെ വലിയ കാര്യം.